അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വേവ്സിൻ്റെ ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പമുള്ളത് പ്രിയങ്കരനായിട്ടുള്ള CP സലീം അവർകളാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിൽ നമുക്കറിയാം, ഈ പ്രൊഫൈസ് എന്നുള്ളത് വളരെ വാല്യൂ കീപ്പ് ചെയ്യുന്ന പ്രൊഫഷണലുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണെങ്കിലോ എൻജിനീയേഴ്സ് ആണെങ്കിലോ മറ്റു ഉദ്യോഗസ്ഥരാണെങ്കിലോ അവരിൽ നിന്ന് നല്ലൊരു അനുഭവം നമുക്ക് കിട്ടുക എന്നുള്ളത് ആരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ പ്രൊഫൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങളും ഇമ്പാക്റ്റുകളും സൊസൈറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്കും ഈ സമൂഹത്തിനെ നിരന്തരം ഒബ്സർവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആൾ എന്നുള്ള നിലക്കും CP സലീം അവർക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് നമുക്ക് ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകളെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് എത്രത്തോളം പ്രായോഗികമാണ്, അവർ നേരിടുന്ന വെല്ലുവിളികളും അതിനുള്ള സൊല്യൂഷനും എന്തൊക്കെയാണ് അത് വിഷയത്തിൽ പറയാനുള്ളത്? ഈ പ്രൊഫഷണൽ രംഗം എന്ന് പറയുന്നത് സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രംഗമാണ്, ക്രീം ആണ് എന്നതുകൊണ്ട് തന്നെ ഓരോ പ്രൊഫഷണലിൻ്റെയും ബോഡി ലാംഗ്വേജും അവരുടെ നിലപാടുകൾ ഓരോന്നും സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കാതെ അഭിമാനത്തോടുകൂടി വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ ലോകത്തിൻ്റെ സൃഷ്ടാവിന് കീഴൊതുങ്ങുന്നവരിൽപ്പെട്ടവരാണ് അഥവാ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ രംഗമെന്ന് പറയുന്ന അതിവിശാലമായ മേഖലയിലെ ഏത് സീറ്റിൽ ഏത് പോസ്റ്റിൽ നമ്മളിരിക്കുമ്പോഴും ഇസ്ലാമിക വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും വരുത്താതെ തന്നെ ഒരു മുസ്ലിമിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് വിശ്വാസരംഗം, നമ്മൾ അഭിമുഖീകരിക്കുന്ന സമൂഹത്തിന് വ്യത്യസ്ത മതക്കാരും മതമില്ലാത്തവരുമൊക്കെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്ന ആളുടെ മതം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടി, ഉദാഹരണമായി ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ അത് അയാൾക്ക് പറ്റില്ല, അത് അയാളുടെ വിശ്വാസത്തിനെതിരാണ്, അയാൾ പള്ളിയിൽ പോകുന്ന ആളാണ്, ഏകദൈവ വിശ്വാസിയാണ് എന്ന് മറ്റുള്ളവർ പറയുമാറുള്ള ഒരു നിലപാടിലേക്ക് എത്തിക്കാൻ ഒരു പ്രൊഫഷണലിന് യഥാർത്ഥത്തിൽ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ശബരിമല പോകാൻ വേണ്ടി കറുത്ത മുണ്ട് ഉടുത്ത ഒരാളോട് നിങ്ങളെന്താ ഇങ്ങനെ കറുത്ത മുണ്ട് ഉടുത്തത്, എല്ലാവരെ പോലെ മറ്റു ഡ്രസ്സ് ധരിച്ചാൽ പോലെ എന്ന് ആരും പറയില്ല. അദ്ദേഹം ഉൾക്കൊള്ളുന്ന വിശ്വാസത്തെ അംഗീകരിച്ചതുകൊണ്ടല്ല, മറിച്ച് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് എന്നെല്ലാവരും മനസ്സിലാക്കുന്നു. ഇതേപോലെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല, കാരണം അയാൾ മുഹമ്മദ് നബിയെ പോലും ആരാധിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർ പറയുകയും അങ്ങനെ സമൂഹത്തിൽ എല്ലാ നല്ല കാര്യങ്ങളിലും സഹകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും സഹകരിച്ചുകൊണ്ട് തന്നെ വ്യതിരിക്തമായി നിൽക്കേണ്ട കാര്യങ്ങളെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രൊഫഷണലിന് യാതൊരു പ്രയാസവുമില്ല. ബാങ്ക് കൊടുക്കുമ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരു നിസ്കരിക്കാനാണ് എന്ന്. അപ്പോൾ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഡോക്ടർ എഴുന്നേറ്റ്, എഞ്ചിനീയർ എഴുന്നേറ്റ്, അതേപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്നു. അവർക്കൊരു പ്രശ്നവുമില്ല, ആദരവും ബഹുമാനവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റപ്പാണ് പ്രധാനം. ഇസ്ലാമായി എന്നത് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണ് എന്ന രൂപത്തിൽ, അഥവാ ഇവിടെ ഇസ്ലാമോ ഫോബിയ വ്യാപിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളും മാറരുത് എന്ന് മാത്രം. മാർച്ച് 15 ഐക്യരാഷ്ട്രസഭ തന്നെ ഇസ്ലാമോ ഫോബിയ വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഇതിനവർ പറഞ്ഞ കാരണം ഇസ്ലാമിനെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ലോകത്തുടനീളം നടക്കുന്നു എന്നതാണ്. അപ്പം അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന നിലപാട് യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്കും നമ്മെക്കുറിച്ചുള്ള നല്ല ചിന്തക്കാണ് കാരണമാവുക. എന്നാൽ അതിന് വിരുദ്ധമായി ലയിക്കണം, എല്ലാറ്റിൻ്റെയും ആളാകണം എന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതെ, തീർച്ചയായും. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസ് ഇടങ്ങളിൽ
നമ്മൾ സഹകരിക്കാവുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് പറ്റാത്ത, വിശ്വാസപരമായി പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വളരെ സൗമ്യമായി നല്ല രൂപത്തിൽ അവരോട് പറയുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് വളരെ റെസ്പെക്റ്റാണ് കിട്ടുന്നത്. നമ്മളിലൊരു വിശ്വാസവും നമ്മളൊരു ജെന്യുവിനിറ്റിയും അത് കൂടാൻ മാത്രമേ അതിന് കാരണമാകുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മളൊരു പൊതു സംഗതി നോക്കുകയാണെങ്കിൽ നമുക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളിലടക്കം വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ശരിക്കും അവർ അതിൽ നിന്ന് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു ഈമാനികമായിട്ടുള്ള ഒരു ആവേശവും അതിൽ നിന്ന് കിട്ടും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു മതക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണമായി ഒരു മുസ്ലിം ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവനറിയാം പ്രവാചകൻ്റെ ബർത്ത്ഡേ കഴിക്കുക എന്നത് ഇസ്ലാമിലില്ല. പ്രവാചകൻ്റെ ഫോട്ടോ ഒരു മുസ്ലിം വീടുകളിലും പള്ളികളിലും മദ്രസകളിലും ഒന്നും പ്രവാചകൻ്റെ ഫോട്ടോ ഇല്ല. പ്രവാചകനെ ആരാധിക്കാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. ഇത്തരം കാര്യങ്ങൾ സുതാര്യമായി വ്യക്തമായി പറഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള ഇത്തരം ഏകദൈവ ആരാധനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ ആരാധിക്കാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറാണത്. പക്ഷേ മുസ്ലിങ്ങളിൽപ്പെട്ട പലർക്കും പ്രവാചകനെ ആരാധിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് ധരിച്ചു വെച്ച മുസ്ലിങ്ങൾ വരെയുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മുഹമ്മദ് നബിയെ എന്തോ ആരാധിക്കുന്ന എന്തോ ആണ് അവിടുന്ന് വിളിച്ചു പറയുന്നത് എന്ന് ധരിക്കുന്നവർ പോലുമുണ്ട്. മുഹമ്മദ് നബി പടച്ചവൻ്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. എന്നിട്ട് മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോയി ഒരാളും മുഹമ്മദ് നബി ആരാധിക്കുന്നില്ല, മറിച്ച് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിയെ നീ അനുഗ്രഹിക്കണമേ. അപ്പോൾ പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമസ്കാരത്തിൽ പോലും ഉള്ളത് എന്നത് മറ്റു മതക്കാരിൽ പലർക്കും അറിയില്ല. അപ്പോൾ ഇവിടെ പരിഹാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പോലും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ യഥാർത്ഥത്തിൽ അമുസ്ലിം സഹോദരങ്ങൾക്ക് ഉള്ളിൽ അത്ര സന്തോഷമല്ല ഉള്ളത്. കാരണം ഇപ്പോൾ ഉദാഹരണമായി എഴുത്തിനിരുത്തൽ പരിപാടി വിജയദശമി ദിവസം വരുന്ന സന്ദർഭത്തിൽ സാധാരണ കാണാറുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരിക്കും പത്ര ഓഫീസുകളിൽ സംഘടിപ്പിച്ചാൽ ക്ഷേത്രങ്ങളിലാണെങ്കിലും. ഈ തിരക്കിനിടക്ക് മുസ്ലിങ്ങൾ കൂടി കയറിയാൽ ഇവരെന്തൊരു മനുഷ്യന്മാരാണ്. അതിൽ ഖുർആനൊക്കെ വായിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഇവരൊക്കെ പടച്ചവൻ്റെ പേരിൽ പേരിടേണ്ട ആൾക്കാരല്ലേ. അവരിവിടെ വന്നിട്ട് ക്യൂവിൻ്റെ നീളം കൂട്ടുകയാണോ എന്നാണ് അവരുടെയും പലരുടെയും മനസ്സിലിരിപ്പുണ്ടാവുക. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു ചവറ്റുകൊട്ട സംസ്കാരം എന്ന് പറയാം, അഥവാ എല്ലാം ശരിയാണെന്ന് പറയുന്നൊരു രീതി, അത് വിശ്വാസം അല്ല, അത് ആത്മാർത്ഥതയും അല്ല. അവനവൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയൽ ഒരിക്കലും വർഗീയതയല്ല, അത് ആത്മാർത്ഥതയാണ്. മറ്റുള്ളവരുടേത് നശിക്കണം, എൻ്റേത് മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് പറയലാണ് വിഭാഗീയതയും വർഗീയതയും വരുന്നത്. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭരണം കിട്ടിയതിന് ശേഷവും മറ്റു മതങ്ങളുടെ ആരാധനകൾ അംഗീകരിച്ചു. കാരണം അവരുടെ മനസ്സും മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ബലാത്കാരത്തിലൂടെ വിശ്വാസം ഉണ്ടാക്കാൻ കഴിയില്ല. അത് പടച്ചവൻ കൊടുക്കേണ്ടതാണ് ഹിദായത്ത്, നേർമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഏത് കലുഷിതമായ സാഹചര്യത്തിലും സുതാര്യമായി കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ മുസ്ലിം സഹോദരങ്ങൾ മുന്നോട്ട് വന്നാൽ മറ്റു മതങ്ങളോടൊപ്പം മറ്റു മതക്കാരോടൊപ്പം സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലും, ക്ഷേത്രത്തിലെ പൂജാരിക്കോ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരാൾക്കോ കിഡ്നി അസുഖം വന്ന് ഡയാലിസിസ് വേണമെങ്കിൽ അത് തൊട്ടടുത്ത മുസ്ലിമിൻ്റെ കൂടി പ്രശ്നമാണ്, നമ്മളത് പരിഹരിച്ചു കൊടുക്കണം, യാതൊരു സംശയവുമില്ല. എന്നാൽ അവിടെ സഹകരണം ക്ഷേത്രത്തിൽ പോയി ആരാധിച്ചുകൊണ്ടല്ല. ആ ക്ഷേത്രാരാധന ഒരു മുസ്ലിമിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കും അറിയാം. അപ്പം ആ നിലക്ക് കാര്യങ്ങൾ വ്യക്തമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ. അപ്പോൾ എല്ലാവരെയും അറിയുന്ന ആ പടച്ചവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഒരു മുസ്ലിമാകാനുള്ള പ്രഖ്യാപനം. അപ്പോൾ അവനൊരിക്കലും ഒരു സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെയും അംഗീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്
മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഇസ്ലാമിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നതാണ് പരിഹാരങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത് ഈ സത്യം മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ എല്ലാവർക്കുമുള്ള ഗ്രന്ഥമാണ്, നിങ്ങളൊക്കെ വായിക്കണം. പ്രവാചകാധ്യാപനങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല മുഹമ്മദ് നബി എന്ന തരത്തിൽ ഇസ്ലാം മാനവികമാണ്, അത് പൊതുസ്വത്താണ്, അത് മുഴുവൻ മനുഷ്യർക്കുമുള്ള അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിലും പുറത്തും നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രൊഫഷണലുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിടപെടുന്ന മേഖലകളിൽ അവർ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുകയും ആ നിലപാട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണെന്നാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. താങ്കളുടെ സംസാരത്തിൽ സൂചിപ്പിച്ചു ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വരെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഒരു അവയർനെസ് കുറവുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് അവർ മുഹമ്മദ് നബിയോടാണോ പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ കഅബയാണോ അവരൊരു കഅബയോടാണോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലോ അല്ലെങ്കിൽ ആ ഒരു ധാരണയിലും നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. നേരെ മറിച്ച് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം നമ്മുടെ ജോലിയിടങ്ങളിൽ ഒരു പരിപാടി വെച്ചു. പള്ളിയിൽ എല്ലാവർക്കും ഒന്ന് സന്ദർശിക്കുക, ഇപ്പം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് പള്ളി എന്താണ്, അവിടുത്തെ നമസ്കാരങ്ങൾ എന്താണെന്നൊക്കെ അറിയാനുള്ള. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി വെച്ചാൽ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളാണ് അതിൽ പരിപാടിയിലേക്ക് താല്പര്യപ്പെട്ടു വന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഒരുപാട് ആളുകൾക്ക് എന്താണ് ഇസ്ലാം, എന്താണ് മുസ്ലിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള അറിയാനുള്ള താല്പര്യമുണ്ട്. അതോടൊപ്പം അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ ഒരു തെറ്റിദ്ധാരണ നീക്കാനും എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും? പ്രൊഫഷണലുകൾ അവരും വിശ്വാസികളായ മുസ്ലിങ്ങളായ പ്രൊഫഷണലുകൾ എന്നുള്ള നിലക്ക് മതപരമായ ബാധ്യതയാണ് ഈ സത്യസന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നത്. അത് വളരെ സ്വാഭാവികമായ നിലപാടുകളിലൂടെ, നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കുക എന്നതാണ് പ്രധാനം. കാരണം ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന കാര്യം മറ്റു സാധാരണക്കാരേക്കാൾ ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ മുഹമ്മദ് നബിയെ ആരാധിക്കാത്ത വ്യക്തിയാണ് എന്നത് അമുസ്ലിം സഹോദരങ്ങൾക്ക് പലർക്കും അത്ഭുതമാണ്. അള്ളാഹു എന്നത് എല്ലാവരുടെയും ദൈവത്തിന് അറബിയിൽ പറയുന്ന പേരാണ് എന്നറിയാത്തവരുണ്ട്. ബൈബിളിൽ ലോകത്തിൻ്റെ സൃഷ്ടാവിന് കൊടുത്തിരിക്കുന്ന പരിഭാഷ അള്ളാഹു എന്നാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറുതായി നമുക്ക് തോന്നുന്ന, എന്നാൽ അക്കാര്യത്തിൽ പോലും വിവരമുള്ളവർ എന്ന് പറയുന്നവർക്ക് പോലും വലിയ അജ്ഞതയുണ്ട് എന്നതാണ്. തൃശ്ശൂരിൽ നടന്ന വർഷങ്ങൾക്ക് 1990കളിൽ നടന്നൊരു സമ്മേളനത്തിലാണ് അവിടുത്തെ ഒരു ജില്ലാ കലക്ടർ അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം എനിക്കറിയാം, അക്ബർ ചക്രവർത്തി മഹാൻ. ഇതൊരു ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഓൺലൈനിൽ ആളുകൾ കേൾക്കുന്ന ഒരു പരിപാടിയിലാണിത് പറയുക. അന്നത്തെ കാലത്തെ വീഡിയോ സംവിധാനത്തിലാണിത് പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു അജ്ഞത. അപ്പോൾ അദ്ദേഹം ഇത്രയും വർഷം ഈ രാജ്യത്ത് ജീവിച്ചിട്ട് പടച്ചവൻ ആരാണ്, അള്ളാഹു അക്ബറിൻ്റെ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു എന്നാണല്ലോ അതിൻ്റെ ഒരു സൂചന. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള മുസ്ലിം പ്രൊഫഷണലുകൾക്ക് അതിൽ ബാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായൊരു പരിപാടി സംഘടിപ്പിച്ച് ഇസ്ലാമിക പ്രബോധനം നടത്താം. എന്നാൽ അതില്ലാതെ തന്നെ സ്വാഭാവികമായ നമ്മുടെ ജീവിതത്തിൻ്റെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലെത്തിയപ്പോൾ ആ ജയിലിലുള്ള ആൾക്കാരെ സാന്ദർഭികമായി വിളിച്ചു ചേർത്തിട്ട് ഒരു പടച്ചോനാണോ, ഒന്നിലേകം പടച്ചോനാണോ നമുക്ക് വലുത്, ഒരു റബ്ബാണോ എന്ന് ചോദിച്ചതുപോലെ അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുക. അത് നമുക്ക് വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഈ ഒരു സത്യം ലോകത്തെല്ലാവർക്കും അറിയാനുള്ളൊരു സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ആ ദൗത്യ നിർവഹണം പ്രൊഫഷണലുകൾ ഏറ്റെടുക്കുക എന്നതാണ് ഇതിനുള്ള അടിസ്ഥാനപരമായ പരിഹാരം. അൽഹംദുലില്ലാ, നമ്മൾ CP സലീം അവരുമായിട്ട് സംസാരിച്ചിട്ടിൽ ഒരു മുസ്ലിം അദ്ദേഹത്തിൻ്റെ വിശ്വാസവും വാല്യൂവും കീപ്പ് ചെയ്തുകൊണ്ട് എത്രത്തോളം നമുക്ക് തൊഴിലിടങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതെക്കുറിച്ചും, അതുപോലെ തന്നെ ഈ ഒരു സത്യസന്ദേശം സഹപ്രവർത്തകരിലേക്ക് എങ്ങനെയൊക്കെ എത്തിക്കാം, അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചറാണ് നൽകിയിട്ടുള്ളത്.
അദ്ദേഹത്തിന് വേവ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇസ്ലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.